തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ മരണത്തിൽ സംശയം പ്രകടിപ്പിച്ച് മദ്രാസ് ഹൈക്കോടതി. ചികിത്സയിലായിരിക്കെ എന്തുകൊണ്ട് ജയലളിതയുടെ ആരോഗ്യനില രഹസ്യമാക്കി വെച്ചുവെന്ന് മദ്രാസ് ഹൈക്കോടതി ചോദിച്ചു. അതേസമയം ശശികലയെ AIADMKയുടെ ഇടക്കാല ജനറൽ സെക്രട്ടറി ആക്കി തിരഞ്ഞെടുക്കുന്നു. ചെന്നൈയിൽ ചേർന്ന ജനറൽ കൗൺസിൽ യോഗത്തിൽ ഇത് സംബന്ധിച്ച് പ്രമേയം പാസ്സായിരിക്കുന്നു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി K രാജേന്ദ്രൻ ചേരുന്നു. ശ്രീ രാജേന്ദ്രൻ, ഒരുപക്ഷെ ആദ്യം ജയലളിതയുടെ മരണത്തിൽ ദുരൂഹത കോടതിയും പ്രകടിപ്പിച്ചിരിക്കുന്നു. കോടതിയിൽ നിന്ന് പോലും രേഖകൾ സമർപ്പിക്കുന്നതിലുള്ള മറവ് എന്തിൻ്റെയൊക്കെ സൂചനയാണ്? അത് തീർച്ചയായിട്ടും ഈ ജയലളിതയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ പുതിയൊരു തലത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഇന്നത്തെ കോടതിയുടെ നിരീക്ഷണങ്ങളിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടത്. കോടതി രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ചോദിച്ചത്. ഒന്ന്, എന്തുകൊണ്ടാണ് ജയലളിതയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച കാര്യങ്ങൾ രഹസ്യമാക്കി വെച്ചത്? രണ്ട്, എന്തുകൊണ്ടാണ് മെഡിക്കൽ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാതിരുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് ജയലളിതയുടെ മരണം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ പരസ്യമായ ആരോപണങ്ങൾ ഉയർന്നിരുന്നു, അഭ്യൂഹങ്ങൾ നിരവധി ഉണ്ടായിരുന്നു. എന്നാൽ തമിഴ്നാട് സർക്കാരോ അപ്പോളോ ആശുപത്രിയോ ഔദ്യോഗികമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിശദീകരണവും തന്നെ നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് കോടതിയുടെ ഇന്നത്തെ നിരീക്ഷണങ്ങൾ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത്. എന്തായാലും ഇതിന് തമിഴ്നാട് സർക്കാർ നൽകുന്ന മറുപടിക്കായി ഇനി എല്ലാവരും കാത്തിരിക്കുകയാണ്. ഇതിനിടയിൽ ഇന്ന് വളരെ നിർണായകമായ ഒരു രാഷ്ട്രീയ സംഭവവികാസം തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായി. ജയലളിതയുടെ തോഴിയും ADMKയുടെ എല്ലാമായിരുന്ന ശശികല, ജയലളിത കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നതിൽ നിർണായക പങ്കുണ്ടായിരുന്ന ശശികലയെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി ഔദ്യോഗികമായി ചെന്നൈയിൽ ചേർന്ന പാർട്ടി ജനറൽ കൗൺസിൽ യോഗം തിരഞ്ഞെടുത്തു. ഇനി ആ പാർട്ടിയെ നയിക്കുക ശശികല തന്നെയായിരിക്കും. ഭരണഘടനാപരമായ ചില നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ മാത്രമേ ഔദ്യോഗികമായി തിരഞ്ഞെടുക്കാൻ സാധിക്കുള്ളൂ. താൽക്കാലിക ജനറൽ സെക്രട്ടറി എന്ന ചുമതലയാണ് നൽകിയിരിക്കുന്നത്. അധികം താമസിയാതെ ഔദ്യോഗിക ജനറൽ സെക്രട്ടറിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെടും. ഇതുകൂടാതെ അധികം താമസിയാതെ തന്നെ ശശികലയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെടും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരങ്ങൾ. ഈ പാർട്ടിക്കകത്ത് പ്രത്യേകിച്ച് അണികൾക്കിടയിൽ ശശികലയ്ക്കെതിരെ വ്യാപകമായ അതൃപ്തിയുണ്ട്. എന്നാൽ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇതല്ലാതെ മറ്റ് മാർഗങ്ങളൊന്നും തന്നെയില്ല. കാരണം ADMK എന്ന പാർട്ടിയുമായി ബന്ധപ്പെട്ടും ജയലളിതയുമായി ബന്ധപ്പെട്ടുമുള്ള എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരേ ഒരു നേതാവ്, ഒരേ ഒരു വ്യക്തി ശശികലയാണ്. പ്രത്യേകിച്ച് സാമ്പത്തികമായ ഇടപാടുകളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയാവുന്ന നേതാവ് ശശികലയാണ്. അതുകൊണ്ട് തന്നെ ശശികലയെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുക എന്നല്ലാതെ മറ്റ് മാർഗങ്ങളൊന്നും തന്നെയില്ല. എന്നാൽ ഇപ്പോൾ ജയലളിതയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹതകൾ കോടതിയുടെ ഈ നിരീക്ഷണത്തോടു കൂടി കൂടുതൽ സജീവമാകുന്ന ഘട്ടത്തിൽ അതിനെല്ലാം തന്നെ മറുപടി പറയാനുള്ള ഉത്തരവാദിത്വം സ്വാഭാവികമായും ശശികലയ്ക്കുണ്ട്. കാരണം ജയലളിത ആശുപത്രിയിൽ കഴിയുന്ന ആ ദിവസങ്ങളിലുടനീളം എല്ലാ കാര്യങ്ങൾക്കും തന്നെ മേൽനോട്ടം വഹിച്ചിരുന്നത് ശശികലയായിരുന്നു. ചികിത്സ എങ്ങനെ വേണമെന്ന് തീരുമാനിച്ചത് ശശികലയായിരുന്നു. ആരെല്ലാം ജയലളിതയെ സന്ദർശിക്കണമെന്ന് തീരുമാനിച്ചിരുന്നത് ശശികലയായിരുന്നു. അതുകൊണ്ട് തന്നെ ജയലളിതയുടെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള പൂർണ്ണ വിവരങ്ങൾ അറിയാവുന്ന ഒരേ ഒരു വ്യക്തി ശശികലയാണ്. സ്വാഭാവികമായും ശശികലയ്ക്കെതിരെ ആരോപണങ്ങൾ ഉയരും. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശശികല കൈക്കൊള്ളുന്ന നിലപാട് നിർണായകമാവും. ശരി, രാജേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. വരുമാനത്തിന്റെ 50% വിഹിതം വേണമെന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ പ്രസിഡന്റ് ലിബർട്ടി ബഷീർ. സമരം ഒത്തുതീരാത്തതിന് പിന്നിൽ നിർമ്മാതാവ് സുരേഷിന്റെ സ്വാർത്ഥ താല്പര്യമാണെന്നും അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു. അവരെ മെമ്പർമാരെ വഞ്ചിക്കുക എന്നുള്ളത്. കാരണം അറിയോ, ഈ സമരം തീരുകയാണെങ്കിൽ ഭൈരവ നല്ല വിജയപടത്തിന് 70 തിയേറ്റർ കിട്ടും. എൻ്റെ കറക്റ്റായിട്ട് കണക്കായത് കേരളത്തിൽ 70 തിയേറ്റർ റിലീസ് ചെയ്യാൻ പറ്റും. സമരം നീണ്ടുപോയാൽ ആ പടം 225 സ്റ്റേഷനിൽ റിലീസ് ചെയ്യാൻ പറ്റും. അപ്പം അതിൻ്റെ ഗുണം മകൾക്കുണ്ടാവുമല്ലോ. കാരണം മകളെ അഭിനയിച്ച പടം കേരളത്തിൽ 225 തിയേറ്ററിൽ റിലീസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വലിയ പേരാണെന്നാലും ആ കുട്ടിക്കും കിട്ടുന്ന പേരെന്നാൽ എന്തായാലും സുരേഷ് കുമാറിൻ്റെ മോളാണെങ്കിൽ എൻ്റെ മോളെ തന്നെയാണ്. അതായാലും ഞാനായാലും ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു അജണ്ട ഉണ്ടോ എന്നല്ല ഇപ്പോൾ ഒരു 2-3 ദിവസമായിട്ട് തോന്നി. ഇങ്ങനെ അന്യഭാഷാ ചിത്രം വരെ ബ്ലോക്ക് ചെയ്യാൻ നോക്കുന്നത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. തീർച്ചയായും സിനിമാ പ്രതിസന്ധിക്കിടെ കൊച്ചിയിൽ തിയേറ്റർ ഉടമകളുടെ യോഗം ആരംഭിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഇപ്പോൾ ഉമേഷ് ചേരുന്നു. ഉമേഷ്, മേനക സുരേഷിനെതിരെ ഗുരുതരമായ വ്യക്തിപരമായ ആരോപണങ്ങൾ കൂടി ഉന്നയിച്ചിരിക്കുകയാണ് ലിബർട്ടി ബഷീർ. ഏതു വിധത്തിലാണ് ഇതിന്റെ പ്രതിസന്ധികളുടെ പോക്ക്? അജിംഷാദ്, സിനിമാ മേഖലയിലെ തർക്കം തുടങ്ങിയിട്ട് 2 ആഴ്ച പിന്നിട്ടിട്ടും ഇപ്പോഴും പ്രശ്നപരിഹാരം വളരെ അകലെ എന്നുള്ളതിന്റെ സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും യോഗം ചേർന്നിരുന്നു. ഇതിൽ 50% വിഹിതം വേണമെന്ന തിയേറ്റർ ഉടമകളുടെ ആവശ്യം അംഗീകരിക്കാനാവില്ല എന്ന നിലപാടിൽ തന്നെയാണ് അവർ ഉറച്ചു നിൽക്കുന്നത്. 60% വിഹിതം നിർമ്മാതാക്കൾക്കും
വിതരണക്കാർക്കും വേണം എന്നുള്ള നിലപാടിൽ തന്നെയാണ്. മാത്രമല്ല ലിബർട്ടി ബഷീർ, ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ പ്രസിഡന്റ് ലിബർട്ടി ബഷീറിന്റെ പിടിവാശിയാണ് ഇത്തരത്തിൽ പ്രതിസന്ധി തീരാതിരിക്കാൻ കാരണം എന്നാണ് നിർമ്മാതാക്കളുടെ സംഘടന ഇന്നലെ ആരോപിച്ചിരുന്നത്. ഇന്ന് അതിന് ലിബർട്ടി ബഷീർ മറുപടി നൽകിയിരിക്കുന്നു. 50% വിഹിതം വേണം എന്നുള്ള കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല, അത്തരത്തിലൊരു ചർച്ചയില്ല. ഇത്തരത്തിൽ പ്രതിസന്ധി പരിഹരിക്കപ്പെടാതിരിക്കാൻ കാരണം നിർമ്മാതാക്കളുടെ സംഘടനയെ നയിക്കുന്ന സുരേഷ് കുമാറിന്റെ നിലപാടുകളാണ്. സുരേഷ് കുമാറിന്റെ മകൾ അഭിനയിക്കുന്ന സിനിമ റിലീസ് ജനുവരിയിലാണ്. ആ സിനിമ വിജയമാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ മനഃപൂർവ്വം പ്രശ്നങ്ങൾ നീട്ടിക്കൊണ്ടുപോകുന്നത്. അത്തരത്തിലുള്ള പിടിവാശി പ്രശ്നം പരിഹരിക്കപ്പെടാതിരിക്കാൻ കാരണം എന്നാണ് ലിബർട്ടി ബഷീർ ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. ഇപ്പോൾ തിയേറ്റർ ഉടമകളുടെ യോഗം, എ ക്ലാസ് തിയേറ്റർ ഉടമകളുടെ യോഗം ഇപ്പോൾ ചേരുകയാണ്. പ്രത്യേകിച്ചും നാളെ മുതൽ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമകൾ കൂടി പിൻവലിക്കാനുള്ള തീരുമാനത്തിൽ നിർമ്മാതാക്കൾ. അതുകൊണ്ട് തന്നെ ഭാവി നടപടികൾ എന്ത് ചെയ്യണം എന്നത് ആലോചിക്കുന്നതിനാണ് ഇപ്പോൾ യോഗം നടക്കുന്നത്. എന്തായാലും 50% വിഹിതം വേണം എന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. അതിൽ വിട്ടുവീഴ്ചയില്ലാത്ത സാഹചര്യത്തിൽ മറ്റ് തരത്തിൽ ഏതൊക്കെ തരത്തിൽ മുന്നോട്ട് പോകണം എന്ന കാര്യം ആലോചിക്കാനാണ് ഇപ്പോൾ യോഗം ചേരുന്നത്. അജിംഷാദ്. തീർച്ചയായും ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. സിനിമാ പ്രതിസന്ധി കൂടുതൽ പരിഹരിക്കപ്പെടാത്ത രീതിയിലേക്ക് നീങ്ങുന്നു എന്ന കാഴ്ചയാണ് ഇന്നും കാണുന്നത്. വ്യക്തിപരമായി സുരേഷ് കുമാറിനെതിരെ ആരോപണം ഉന്നയിച്ച് ലിബർട്ടി ബഷീർ കൂടി രംഗത്തെത്തിയിരിക്കുന്നു. എ ക്ലാസ്സിലുള്ള ചിത്രങ്ങൾ, നിലവിൽ ഓടുന്ന ചിത്രങ്ങൾ പോലും പിൻവലിക്കുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നത് കൂടുതൽ പ്രതിസന്ധിയുടെ വരവാണ് വിളിച്ചറിയിക്കുന്നതിൻ്റെയൊക്കെ വിശദാംശങ്ങളാണ് ഉമേഷ് നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. നോട്ട് പ്രതിസന്ധിയും സഹകരണ മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടിലും പ്രതിഷേധിച്ച് LDFന്റെ നേതൃത്വത്തിൽ ഇന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ മനുഷ്യച്ചങ്ങല തീർക്കും. ഇന്ന് വൈകിട്ട് 5-ന് ദേശീയപാതയോരത്താണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി മുതൽ സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകൾ മനുഷ്യച്ചങ്ങലയിൽ പങ്കാളികളാകും. നോട്ട് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടും സഹകരണ മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചുമാണ് ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുന്നത്. വൈകിട്ട് 5-ന് ദേശീയപാതയ്ക്ക് പടിഞ്ഞാറ് വശം ലക്ഷക്കണക്കിന് പ്രവർത്തകർ പരസ്പരം കൈകൾ കോർത്ത് മനുഷ്യച്ചങ്ങലയിൽ പങ്കാളികളാവും. തിരുവനന്തപുരം രാജ്ഭവനിൽ മുന്നിൽ നിന്ന് ആരംഭിക്കുന്ന മനുഷ്യച്ചങ്ങലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യ കണ്ണിയാവും. LDFുമായി സഹകരിക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളും മനുഷ്യച്ചങ്ങലയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മനുഷ്യച്ചങ്ങലയുടെ പ്രചരണത്തിന്റെ ഭാഗമായി നാടെങ്ങും വലിയ പ്രചരണ പ്രവർത്തനങ്ങളാണ് LDF നടത്തിയത്. 4:30 മനുഷ്യച്ചങ്ങലയുടെ ഡ്രസ് റിഹേഴ്സൽ നടക്കും. 5 മണിയോടെ മനുഷ്യച്ചങ്ങല തീർത്ത് പ്രവർത്തകർ പ്രതിജ്ഞ ചൊല്ലും. സമരത്തോടനുബന്ധിച്ച് ആയിരക്കണക്കിന് പൊതുയോഗങ്ങൾ ദേശീയപാതയോരത്ത് ചേരും. വാഹന ഗതാഗതത്തിന് തടസ്സം വരാത്ത രൂപത്തിലാവും സമരം സംഘടിപ്പിക്കുക. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, മുതിർന്ന നേതാവ് VS അച്യുതാനന്ദൻ, വിവിധ LDF നേതാക്കൾ എന്നിവർ രാജ്ഭവന് മുന്നിൽ കണ്ണികളാവും. വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന മനുഷ്യച്ചങ്ങല ചരിത്ര വിജയമാക്കാനുള്ള പരിശ്രമത്തിലാണ് LDF പ്രവർത്തകർ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. LDF നടത്താൻ പോകുന്ന മനുഷ്യച്ചങ്ങലയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ ചിത്രരചന സംഘടിപ്പിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന ചിത്രരചനാ മത്സരം VN മുരളി ഉദ്ഘാടനം ചെയ്തു. നോട്ട് പ്രതിസന്ധിയെ ആസ്പദമാക്കി നിരവധി ചിത്രകാരന്മാർ ചിത്രം വരച്ച് സമരത്തിൽ പങ്കാളികളായി. ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി പനീർ செல்வம் മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം அனைத்து பணிகளையும் கடமைகளையும் மாண்புமிகு அம்மா அவர்களுக்கு நம்முடைய மாண்புமிகு அம்மா சின்னம்மா அவர்கள் கடமையாற்றினார்கள் என்பதனை அந்த நேரத்திலே நாங்கள் நினைவு கூர்ந்து கழகத்தினுடைய அனைத்து இந்திய அண்ணா திராவிட முன்னேற்ற கழகத்தினுடைய கழக பொதுச் செயலராக அனைத்து பொதுக்குழு உறுப்பினர்களோடு முழு சம்மதத்தோடும் ஒருமனதாக தீர்மானம் நிறைவேற்றப்பட்டு மாண்புமிகு சின்னம்மா அவரிடம் நாங்கள் வந்து அவர்களை சந்தித்து மாண்புமிகு அம்மா அவர்களுடைய வாழ்ந்த இடமான வேதா இல்லத்து திருக்கோயில் சந்தித்து அதை தீர்மானத்தை தந்து அனைத்து பொதுக்குழு உறுப்பினர்களும் மாண்புமிகு சின்னம்மா அவர்கள் தாங்கள்தான் கழகத்தினுடைய பொதுச் செயலராக நியமனம் செய்யப்பட்டிருக்கிறீர்கள், நீங்கள் தயவு கூர்ந்து அதனை ஏற்று முழு சம்மதம் தெரிவிக்க வேண்டும் என்று நாங்கள் கேட்டுக்கொண்டோம். மாண்புமிகு சின்னம்மா அவர்களும் அதை முழுமதோடு ஏற்றுக்கொண்டு மாண்புமிகு அம்மா அவர்களைப் போல கழகத்தினுடைய பொதுச் செயலராக
அம்மா அவர்களுடைய வழியில் நின்று கழகத்தை கட்டி காப்பேன் என்று மாண்புமிகு சின்னம்மா அவர்களும் இன்றைக்கு முழுமனதோடு ஏற்று அதற்கு சம்மதம் தெரிவித்திருக்கிறார்கள் என்பதனை தெரிவித்துக் கொள்கிறேன். இன்றே தீர்மானம் நிறைவேற்றப்பட்டிருந்தனால் அவர்கள் இன்று கழகத்தினுடைய பொதுச்செயலாளராக நியமனம் செய்யப்பட்டிருக்கிறார்கள். கூடிய விரைவில் தலைமை அனைத்து இந்திய அண்ணா திராவிட முன்னேற்ற கழகத்துடைய தலைமை கழகம் வந்து கழக பணியை ஆற்றுவார்கள், சிறப்பாக ஆற்றுவார்கள் என்பதை தெரிவித்துக் கொள்கிறேன். പനീർശെൽവം മാധ്യമങ്ങളെ കാണുകയായിരുന്നു. മറ്റൊരു വാർത്തയിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതുവർഷത്തിലേന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതുവർഷ തലേന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ഡിസംബർ 31 വൈകിട്ട് 7:30 നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യുക. നോട്ട് സാധുവാക്കൽ സമയപരിധി അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് മോദിയുടെ പ്രസംഗം രാജ്യം ഉറ്റുനോക്കുന്നത്. രാഷ്ട്രപതി പ്രണബ് കുമാർ മുഖർജി ഇന്ന് തിരുവനന്തപുരത്തെത്തും. ഇന്ത്യൻ ചരിത്ര കോൺഗ്രസ് ഉദ്ഘാടനത്തിനായാണ് രാഷ്ട്രപതി എത്തുന്നത്. കാര്യവട്ടം കേരള സർവകലാശാല ക്യാമ്പസിൽ ഉച്ചയ്ക്ക് 12:30 ഉദ്ഘാടന ചടങ്ങുകൾ. ഗവർണർ പി സദാശിവം മുഖ്യാതിഥിയാകും. ചരിത്ര കോൺഗ്രസ് നടപടികളുടെ ഔദ്യോഗിക പ്രകാശനം മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഷ്ട്രപതിക്ക് നൽകി നിർവഹിക്കും. ജമ്മുകശ്മീരിലെ ബന്ദിപ്പോറ ജില്ലയിൽ സൈനിക വാഹനത്തിന് നേരെ ഭീകരാക്രമണം. 2 സൈനികർക്ക് പരിക്കേറ്റു. ഷാഹുദ് ഹജിൻ ഗ്രാമത്തിലാണ് വെടിവെപ്പുണ്ടായത്. മേഖലയിൽ ഭീകരർക്കായി സുരക്ഷാ സേന തെരച്ചിൽ തുടരുകയാണ്. നോട്ട് പ്രതിസന്ധിയെ തുടർന്ന് സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി. നികുതി വരുമാനത്തിൽ വൻ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. വിൽപ്പന നികുതിയിൽ 9%, ബെവ്കോ വരുമാനത്തിൽ 27.3%, ലോട്ടറി വരുമാനത്തിൽ 5% ഇടിവുണ്ടായി. ചെറുകിട നിർമ്മാണ മേഖലയും വൻ പ്രതിസന്ധിയിലായി. വിവരങ്ങളുമായി ഷീജ ചേരുന്നു. ഷീജ, എന്തൊക്കെയാണ് സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ച് ഔദ്യോഗികമായി ലഭിക്കുന്ന സൂചനകൾ? അജിംഷാദ്, നോട്ട് നിരോധനം അതിന്റെ 50ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് സംസ്ഥാനം അഭിമുഖീകരിക്കുന്നത്. പ്രധാനമായും 50ാം ദിവസത്തിലേക്ക് പ്രതിസന്ധി എത്തുമ്പോൾ നികുതി വരുമാനത്തിൽ തന്നെയാണ് ഇരട്ടിയിലധികം രൂപയുടെ ഇടിവ് ഉണ്ടായിട്ടുള്ളത്. വിൽപ്പന നികുതിയിൽ 9% ഒരു കുറവാണ് ഉണ്ടായിട്ടുള്ളത്. ബെവ്കോയുടെ വരുമാനത്തിൽ 23.3% ഇടിഞ്ഞപ്പോൾ ലോട്ടറി വരുമാനത്തിൽ 5% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് പ്രധാനമായും രജിസ്ട്രേഷൻ ഇടപാടുകളെയും വലിയ തോതിലാണ് ബാധിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ഭൂമി രജിസ്ട്രേഷന്റെ കാര്യത്തിൽ 58 കോടി രൂപയുടെ കുറവാണ് കഴിഞ്ഞ 2 മാസത്തെ കണക്ക് പ്രകാരം ഉണ്ടായിട്ടുള്ളത്. ബാങ്കിംഗ് മേഖലയിൽ 1 കോടിയോളം രൂപയുടെ നഷ്ടം വരുത്തിയപ്പോൾ വ്യവസായ മേഖലയ്ക്കും ഇത് കനത്ത പ്രഹരം തന്നെയാണ് സമ്മാനിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ചെറുകിട നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധിയും. ഇവിടങ്ങളിൽ വീട് നിർമ്മാണങ്ങളെ തന്നെയാണ് സാരമായി ബാധിച്ചിട്ടുള്ളത്. മറ്റുള്ളത് വാഹന നിർമ്മാണം, സിമന്റ്, സ്റ്റീൽ, ടെലികോം എന്നിവയെല്ലാം വലിയ ഇടിവ് തന്നെയാണ് ഈ മേഖലകളിലും ഉള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊന്ന് സ്വർണ്ണ വിപണിയാണ്. ഇവിടെയും വലിയ തോതിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നു. വ്യാപാരത്തിൽ 90% ഇടിവുണ്ടായിട്ടുള്ളതായാണ് സ്വർണ്ണ വ്യാപാര മേഖലയിൽ നിന്നും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും സംസ്ഥാനം ആവശ്യപ്പെട്ട ഈ പ്രതിസന്ധിയുടെ 49 ദിവസം സംസ്ഥാനം RBIയിൽ നിന്നും ആവശ്യപ്പെട്ടതിൽ 40% തുക മാത്രമാണ് സംസ്ഥാനത്തിന് ലഭിച്ചിട്ടുള്ളത് എന്നതും പ്രതിസന്ധി രൂക്ഷമാക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ഡിസംബർ മാസത്തെക്കാളും ഗുരുതരമാകും ജനുവരിയിലെ ശമ്പള വിതരണം എന്നാണ് ധനമന്ത്രി തോമസ് ഐസക് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ചും ബാങ്കുകൾക്ക് തന്നെ അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട രീതിയിലാണ്. യാതൊരുവിധ ഉറപ്പ് നൽകാനും അവർ സന്നദ്ധരല്ല എന്ന് തന്നെയാണ് ധനമന്ത്രി വ്യക്തമാക്കുന്നത്. ഏതായാലും പ്രതിസന്ധി ഡിസംബർ മാസത്തെ ശമ്പള വിതരണത്തെ പോലെ ആകില്ല. ജനുവരിയിലെ ശമ്പള വിതരണം എന്ന് തന്നെയാണ് നിലവിലെ സംസ്ഥാനത്തിന്റെ സ്ഥിതി വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി ഡിസംബർ മാസത്തേക്കാൾ ഗുരുതരമായിരിക്കുമെന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്. 2008 സമാനമായ സാമ്പത്തിക മാന്ദ്യമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നതെന്നും അദ്ദേഹം പീപ്പിൾ ടിവിയോട് പറഞ്ഞു. മാസത്തേക്കാൾ ഗുരുതരമായിരിക്കും ഇപ്പോൾ ഈ മാസം ഉണ്ടാവാൻ പോകുന്ന ശമ്പള വിതരണത്തിന്റെ സമയത്തുണ്ടാവുന്ന കറൻസി ക്ഷാമം എന്നാണ് സൂചനകൾ.
ഈ 2008 മാന്ദ്യം ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു മാന്ദ്യമാണ് രാജ്യത്തെ തുറച്ചു നോക്കുന്നതെന്ന് പരസ്യമായി സമ്മതിച്ച് അന്നെടുത്തതുപോലെ സർക്കാർ ചെലവ് വർദ്ധിപ്പിക്കാനായിട്ട് വായ്പ ഉദാരമാക്കുന്നതിന് വേണ്ടി, കട ആശ്വാസം നൽകുന്നതിന് വേണ്ടി വലിയൊരു പദ്ധതി തയ്യാറാക്കണം. രാജ്യത്തിന്റെ തെക്കൻ അതിർത്തിയിൽ പിടിമുറുക്കുന്ന ഇടത് തീവ്രവാദത്തെ കരുതിയിരിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. മാവോയിസ്റ്റ് ഭീഷണി നേരിടാൻ കേരളം കേന്ദ്ര സർക്കാരിനോട് ഫണ്ട് ആവശ്യപ്പെട്ടു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പിരിക്കാവുന്ന തൊഴിൽക്കരത്തിന്റെ പരിധി ഉയർത്തണമെന്ന് തെക്കൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ യോഗം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. 21ഓളം പ്രധാനമായ അജണ്ടകളാണ് അന്തർ സംസ്ഥാന കൗൺസിലിന്റെ തെക്കൻ മേഖലാ യോഗം ചർച്ച ചെയ്ത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പിരിക്കാവുന്ന തൊഴിൽക്കരത്തിന്റെ പരിധി 2500 രൂപയിൽ നിന്നും ഉയർത്തണമെന്ന് യോഗം കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്തു. ഇതിനായി ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നത് അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് യോഗത്തിന് ഉറപ്പു നൽകി. ഹൈസ്പീഡ് റെയിൽ കോറിഡോർ മംഗലാപുരം ഉടുപ്പി വരെ നീട്ടാമെന്ന് സംസ്ഥാനങ്ങൾക്കിടയിൽ പൊതുധാരണയായിട്ടുണ്ട്. ദേശീയ വ്യാവസായിക ഇടനാഴി കൊച്ചി വരെ നീട്ടണമെന്ന് കേരളം യോഗത്തിൽ ആവശ്യപ്പെട്ടു. തെക്കൻ സംസ്ഥാനങ്ങളിലെ പകർച്ചവ്യാധി മുന്നറിയിപ്പ് പരസ്പരം കൈമാറാനും യോഗത്തിൽ ധാരണയായി. കേരളത്തിലുണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പോലീസും ഭരണാധികാരികളും ജാഗ്രതയോടെ ഇരിക്കണമെന്ന് മാവോയിസ്റ്റ് ഏറ്റുമുട്ടൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഇടത് തീവ്രവാദത്തെ നേരിടുന്നതിനായി സംസ്ഥാനം ഒരു പുതിയ കേന്ദ്ര ബറ്റാലിയൻ ആവശ്യപ്പെട്ടുവെങ്കിലും അനുവദിക്കപ്പെട്ടിട്ടില്ല. ലെഫ്റ്റ് വിംഗ് എക്സ്ട്രീമിസത്തിന് വേണ്ടി വരുന്ന ലോജിസ്റ്റിക് സപ്പോർട്ടുമെല്ലാം കേന്ദ്ര ഗവൺമെൻറ് തരാമെന്ന് ഹോം മിനിസ്റ്റർ നേരിട്ട് പറഞ്ഞു. സപ്പോർട്ട് ചോദിച്ചിട്ടുള്ളത് ചില ബറ്റാലിയന് ചോദിച്ചിട്ടുണ്ട്, അത് എഗ്രി ചെയ്തിട്ടില്ല. പിന്നെ ചില കുറച്ച് ഫണ്ടിങ്ങിന് ചോദിക്കും. ഇപ്പം ഫണ്ടിങ് സൗത്തിലുള്ള ഡിസ്ട്രിക്ട്സിന് ഇല്ല, നോർത്തിലുള്ള ഡിസ്ട്രിക്ട്സിനേ ഉള്ളൂ. അപ്പോൾ ആ ഫണ്ടിങ്ങിനും ഇത് രണ്ടുമാണ് പറഞ്ഞത്. പിന്നെ 3 സ്റ്റേറ്റ്സും കോഓപ്പറേഷൻ, ഇൻ്റലിജൻസും ഉള്ള കോഓപ്പറേഷൻ, കർണാടക, തമിഴ്നാട്, കേരള പ്ലസ് ആന്ധ്ര, തെലങ്കാനയുടെ ഷെയറിംഗ് ഓഫ് ഇന്റലിജൻസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ. അന്തർ സംസ്ഥാന നദീജല പ്രശ്നങ്ങൾ യോഗത്തിന്റെ പരിഗണനയ്ക്ക് വന്നില്ല. തെക്കൻ സംസ്ഥാനങ്ങളിലെ ഭരണാധികാരികളും കേന്ദ്ര സംസ്ഥാന സർക്കാരിലെ പ്രധാന ഉദ്യോഗസ്ഥരും പങ്കെടുത്ത യോഗമാണ് തിരുവനന്തപുരത്ത് നടന്നത്. മുഖ്യമന്ത്രിമാരായ പിണറായി വിജയൻ, വി നാരായണസ്വാമി, തമിഴ്നാട് മന്ത്രി ഡിണ്ടിഗൽ ശ്രീനിവാസൻ, ആന്ധ്ര ധനകാര്യമന്ത്രി യാനമല കൃഷ്ണഡു, തെലങ്കാന മന്ത്രി നായിനി നരസിംഹറെഡ്ഡി, കർണാടക നിയമമന്ത്രി AL ജയചന്ദ്ര, പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ കിരൺ ബേദി എന്നിവരോടൊപ്പം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കരിപ്പൂർ വിമാനത്താവളത്തിൽ വലിയ വിമാനങ്ങളുടെ തിരിച്ചുവരവിന് സർക്കാർ ഇടപെടുന്നു. നിർമ്മാണ ജോലികൾ ഉടൻ പൂർത്തിയാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എയർപോർട്ട് അധികൃതരോട് ആവശ്യപ്പെട്ടു. നവീകരണ ജോലികൾ പൂർത്തിയായാലും വലിയ വിമാനങ്ങൾ സർവീസ് നടത്താൻ നിലവിലെ സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ അനുമതി ലഭിക്കാനിടയില്ല. ഈ സാഹചര്യത്തിലാണ് ഭരണതലത്തിൽ ഇടപെടലുണ്ടാവുന്നത്. നവീകരണ ജോലികൾ ഉടൻ പൂർത്തിയാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ മാസം 31-നകം പൂർത്തീകരിക്കേണ്ട നവീകരണ പ്രവൃത്തികൾ ഇടയ്ക്കുണ്ടായ മഴയിൽ തടസ്സപ്പെട്ടിരുന്നു. റൺവേയിലെ മേൽപ്പാളിയുടെ പ്രവൃത്തികൾ അന്തിമഘട്ടത്തിലെത്തിയിട്ടുണ്ട്. ഇലക്ട്രിക് ജോലികളും റൺവേക്ക് ചുറ്റും മണ്ണിടുന്ന ജോലികളുമാണ് അവശേഷിക്കുന്നത്. ഇത് പൂർത്തിയാക്കി ജനുവരി മധ്യത്തോടെ റൺവേ എയർപോർട്ട് അധികൃതർക്ക് കൈമാറും. അളവും കൃത്യതയും എയർപോർട്ട് അതോറിറ്റി ഉറപ്പുവരുത്തിയാൽ വിമാനങ്ങൾ തിരിച്ചെത്തിക്കുന്നതിനുള്ള നടപടികളും തുടങ്ങും. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. രൂക്ഷമായ ജലക്ഷാമത്തെ തുടർന്ന് അട്ടപ്പാടിയിലെ ആദിവാസി മേഖലയിൽ സ്വച്ഛ് ഭാരത് പദ്ധതി താളം തെറ്റുന്നു. വീടുകളിൽ കക്കൂസുകൾ ഉണ്ടെങ്കിലും വെള്ളമില്ലാത്തതിനെ തുടർന്ന് പലരും വെളിം പ്രദേശങ്ങളെയാണ് പ്രാഥമിക കൃത്യങ്ങൾക്ക് ആശ്രയിക്കുന്നത്. പുത്തൂരിലെ കുളപ്പടി ഊരിലെ പല കക്കൂസുകളും ഇപ്പോൾ ആട്ടിൻകൂടുകളാണ്. കൊടുംചൂടിൽ അട്ടപ്പാടി ആദിവാസി മേഖല ചുട്ടുപൊള്ളുകയാണ്. വേനൽക്കാലം എത്തുന്നതിന് വളരെ മുമ്പ് തന്നെ നീരൊഴുക്കുകളിലെ മിക്കതും വറ്റിവരണ്ടിരിക്കുന്നു. പുതൂർ ഗ്രാമപഞ്ചായത്തിൽ ഇരുള ആദിവാസി വിഭാഗക്കാർ കൂട്ടത്തോടെ താമസിക്കുന്ന കുളപ്പടി ഊരിലെത്തിയാൽ വരൾച്ചയുടെ തീഷ്ണത നേരിൽ കാണാം. ഇവിടുത്തെ 114 വീടുകളിലും കക്കൂസുകളുണ്ട്. സ്വച്ഛ ഭാരത് പദ്ധതി ഇവിടെ സമ്പൂർണ്ണ വിജയമാണെങ്കിലും കക്കൂസുകളുടെ അവസ്ഥ ഇങ്ങനെയാണ്. ടോയ്ലറ്റ് ഉണ്ട്, വെള്ളമുണ്ട്, അതിനുള്ള ഉപയോഗിക്കാനുള്ള വെള്ളമുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളമില്ല. കാടുകളിലാണ് പോകുന്നത് എല്ലാവരും. ഈ പ്രദേശത്ത് എല്ലാവരും അങ്ങനെയാണ്. ഗ്രാമത്തിൽ നിന്ന് ഏറെ അകലെ ഇതുപോലുള്ള ചില ജലസ്രോതസ്സുകളുണ്ട്. ഗ്രാമീണരും വന്യജീവികളുമെല്ലാം കുടിക്കുന്നത് ഈ മലിനജലമാണ്. ഒട്ടും വെള്ളമല്ല, അതുകൊണ്ട് നമ്മൾ ആകെ ഒരു 3-4 കിലോമീറ്ററിന് ഇപ്പുറത്താണ് വെള്ളം കൊണ്ടുവരുന്നത്. മഴ കനിഞ്ഞില്ലെങ്കിൽ ഇതുവരെ ഉണ്ടാകാത്ത പ്രതിസന്ധിക്കായിരിക്കും വരുന്ന വേനലിൽ ഈ മലയോരം സാക്ഷ്യം വഹിക്കുക. ഊരുകൾ പകർച്ചവ്യാധികളുടെ പിടിയിലമർന്നേക്കും.
ഈ ഗ്രാമീണരെ ശുചിത്വത്തെക്കുറിച്ച് ആരും ഒന്നും പഠിപ്പിക്കേണ്ടതില്ല. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഗ്രാമത്തിലെ എല്ലാ വീടുകളിലും കക്കൂസുകളുണ്ട്. എന്നാൽ ഒരു വീട്ടിലും ഇപ്പോൾ വെള്ളമില്ല. അതുകൊണ്ട് ആദ്യം ഞങ്ങൾക്ക് വെള്ളം തരൂ, എന്നിട്ടാവാം സ്വച്ഛ ഭാരതത്തെക്കുറിച്ചുള്ള സംസാരം. ഇതാണ് ഈ ഗ്രാമം പറയുന്നത്. പുതൂർ കുളപ്പടി ഇരുള കോളനിയിൽ നിന്ന് കെ രാജേന്ദ്രൻ. വയനാട് കല്ലൂരിൽ 1 മാസം മുമ്പ് പിടികൂടി കൂട്ടിലടച്ച കാട്ടാനയെ കാട്ടിലേക്ക് തന്നെ തുറന്നുവിടുന്നുവെന്ന് അഭ്യൂഹത്തെ തുടർന്ന് പ്രതിഷേധം. ഇത് സംബന്ധിച്ച് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവുണ്ടെന്നായിരുന്നു അഭ്യൂഹം. എന്നാൽ രേഖാമൂലമുള്ള അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് വനം വകുപ്പ് പറയുന്നത്. കല്ലൂർ കൊമ്പൻ എന്ന പ്രശ്നക്കാരൻ കാട്ടാനയെ പിടികൂടി കൂട്ടിലടച്ച് മെരുക്കിയെടുക്കാനായിരുന്നു വനം വകുപ്പിന്റെ തീരുമാനം. ഇതിനായി മുത്തങ്ങയിലെ ആനപ്പന്തിയിലെത്തിച്ച് പരിശീലനവും നൽകി തുടങ്ങി. എന്നാൽ ഇതിനിടെ ആനയെ കാട്ടിലേക്ക് തന്നെ തുറന്നുവിടണമെന്ന് ചില മൃഗസ്നേഹികൾ ആവശ്യമുന്നയിച്ചു. ഇതേ തുടർന്നാണ് ഇത്തരമൊരു നിർദ്ദേശം അഡീഷണൽ ചീഫ് സെക്രട്ടറി നൽകിയതെന്നായിരുന്നു വാർത്ത വരുന്നത്. ഇതോടെ പ്രതിഷേധമായി. ഒടുവിൽ കളക്ടറേറ്റിൽ ചേർന്ന ഉന്നതതല യോഗം ഇത്തരമൊരു തീരുമാനമുണ്ടായിട്ടില്ലെന്നും ആനയെ തുറന്നുവിടേണ്ടതില്ലെന്നും നിലപാടെടുത്തു. പക്ഷേ ജനപ്രതിനിധികളായി ഞങ്ങൾ ആവശ്യപ്പെട്ടു, യാതൊരു കാരണവശാലും പുറത്തുവിടാൻ പാടില്ല. അതിന് തീറ്റയും ചികിത്സയും എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും അവിടെ കൊടുക്കണം, ഒന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്ന് തീരുമാനിച്ചു. അത് ഗവൺമെന്റ് അറിയിക്കാം. ഉന്നത വനവകുപ്പ് ഉദ്യോഗസ്ഥരടങ്ങുന്ന വിദഗ്ധ സമിതിയും ആനയെ സന്ദർശിച്ചിരുന്നു. കാട്ടിൽ തുറന്നുവിടേണ്ടതില്ലെന്ന നിലപാടാണ് അവർക്കുമുള്ളത്. എന്നാൽ പരിസ്ഥിതി പ്രവർത്തകർക്ക് ആനയെ സുരക്ഷിതമായ ഇടത്തിൽ തുറന്നുവിടണമെന്ന അഭിപ്രായമാണുള്ളത്. ജീവനും സ്വത്തിനും ഭീഷണിയായി കല്ലൂരിൽ വിഹരിച്ച കൊമ്പനെ ഏറെ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് കഴിഞ്ഞ മാസം പിടികൂടി കൂട്ടിലടച്ചത്. ന്യൂസ് ബ്യൂറോ, വയനാട്. 2 വൃക്കകളും പ്രവർത്തനരഹിതമായ യുവതി വൃക്ക മാറ്റിവെക്കുന്നതിനായി കാരുണ്യം തേടുന്നു. കാസർഗോഡ് പരപ്പയിലെ ദരിദ്ര ദളിത് കുടുംബാംഗമായ ശ്രീനയാണ് സഹായം തേടുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇപ്പോൾ ശ്രീന. കൂലിപ്പണി ചെയ്ത് നിത്യവൃത്തിക്ക് വക തേടുന്ന കാസർഗോഡ് പരപ്പ മൂലപ്പാറയിലെ ചന്ദ്രൻ ശാന്ത ദമ്പതികളുടെ മകൾ ശ്രീനയുടെ 2 വൃക്കകളും ഇപ്പോൾ പ്രവർത്തനരഹിതമാണ്. 20 വയസ്സുള്ള ഈ ദളിത് പെൺകുട്ടി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഡയാലിസിസ് ചെയ്താണ് ജീവൻ നിലനിർത്തുന്നത്. അമ്മ ശാന്തയുടെ വൃക്കകളിലൊന്ന് മാറ്റിവെക്കാനാണ് ശ്രമം. ഇതിന് 20 ലക്ഷത്തോളം രൂപ ചെലവ് വരും. ഈ കുടുംബത്തെ സഹായിക്കുന്നതിന് നാട്ടുകാർ ശ്രമം ആരംഭിച്ചിരിക്കുകയാണ്. അവരിപ്പോൾ കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നവരാണ്. ഇപ്പോൾ പൊതുവേ നാട്ടിൽ അവസ്ഥ പറഞ്ഞാൽ കൂലിപ്പണി തീരെ ഇല്ലാത്ത അവസ്ഥ. അപ്പോൾ ഭയങ്കര കഷ്ടപ്പാടാണ്. അന്നന്ന് പണിയെടുത്ത് വേണം ജീവിതം കഴിച്ചു കൂട്ടാൻ. പിന്നെ നല്ല കാര്യമായ ഒരു താമസിക്കാൻ പറ്റിയ വീടില്ല. ഭയങ്കര കഷ്ടപ്പാടിലാണ് അവർ ജീവിതം തന്നെ. ഇപ്പോൾ 4 വർഷത്തോളമായി കുട്ടിക്ക് അസുഖം ബാധിച്ചിട്ട് അതിന് തന്നെ ചികിത്സിച്ചുകൊണ്ടിരിക്കാൻ ഒരുപാട് പൈസ ചിലവായി, ഇപ്പം തന്നെ ചിലവായിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നികത്താൻ ആ കുടുംബത്തിന് പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇടിഞ്ഞു വീഴാറായ വീടും ഏതാനും സെന്റ് സ്ഥലവും മാത്രമാണ് ഈ കുടുംബത്തിന് സ്വന്തമായുള്ളത്. ശ്രീനയുടെ ഇളയ സഹോദരൻ സ്കൂൾ വിദ്യാർത്ഥിയാണ്. ശ്രീനയെ സഹായിക്കാൻ താല്പര്യമുള്ളവർക്ക് സിൻഡിക്കേറ്റ് ബാങ്കിന്റെ പരപ്പ ശാഖയിലെ SB അക്കൗണ്ടിലേക്ക് നിക്ഷേപം അയക്കാം. അക്കൗണ്ട് നമ്പർ 470 622 000 14 880. IFSC കോഡ് SYNB 0004706. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അടഞ്ഞുകിടക്കുന്ന കശുവണ്ടി ഫാക്ടറികൾ തുറന്നു പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ട് അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിച്ചു വന്ന CPIM നേതാവ് മരിച്ചു. CPIM തേവലക്കര സൗത്ത് ലോക്കൽ കമ്മിറ്റി അംഗം തേവലക്കര കോയിവിള പുറമാവിൽ രാജുവാണ് രക്തസാക്ഷിയായത്. കൊല്ലം തേവലക്കര പുത്തൻ സംഗീതത്തിലെ അലഫ് കാഷ്യൂ ഫാക്ടറി തുറന്നു പ്രവർത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരാഹാര സമരം നടത്തിവരവെ ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് പാർട്ടി പ്രവർത്തകർ ചേർന്ന് തെക്കുംഭാഗത്തെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് സ്ഥിതി വീണ്ടും മോശമായതോടെ കൊല്ലം ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും രാജുവിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം വൻ ജനാവലിയുടെ അകമ്പടിയോടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ആയിരക്കണക്കിന് വരുന്ന പാവപ്പെട്ട തൊഴിലാളികൾക്ക് വേണ്ടിയാണ് രാജു നിരാഹാരം അനുഷ്ഠിച്ചത്. 1986 100 കശുവണ്ടി ഫാക്ടറികൾക്ക് മുമ്പിൽ അന്ന് നടന്ന ഐതിഹാസികമായ സമരത്തിലുണ്ടായ രക്തസാക്ഷിത്വം 2016 ആവർത്തിച്ചുവെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം PK ഗുരുദാസൻ പറഞ്ഞു. 1986 കശുവണ്ടി തൊഴിലാളി സമരത്തിൽ 2 സഖാക്കൾ രക്തസാക്ഷിത്വം വരിച്ചു. ഇന്ന് ഈ സമരം ഒരു ധർമ്മ സമരമാണ്. ആ സമരത്തിലാണ് രാജു രക്തസാക്ഷിത്വം വരിച്ചത്. ഒരു വിഭാഗം കശുവണ്ടി മുതലാളിമാരുടെ പിടിവാശിയാണ് വി രാജുവിന്റെ ജീവൻ നഷ്ടമാകാൻ കാരണമെന്ന് CPIM കൊല്ലം ജില്ലാ സെക്രട്ടറി KN ബാലഗോപാൽ ചൂണ്ടിക്കാട്ടി. സമരം കൂടുതൽ ശക്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തൊഴിൽ പ്രശ്നം, ഫാക്ടറി അടച്ചു കിടക്കുന്നതിനെതിരായിട്ടുള്ള തുറക്കണമെന്നാവശ്യപ്പെട്ടുള്ള സമരത്തിൽ നിരാഹാരം കിടക്കുമ്പോഴാണ് അവിടെ വെച്ച് അസ്വസ്ഥതയുണ്ടായി. ആശുപത്രി പോയി ജില്ലാ ആശുപത്രി വെച്ച് അദ്ദേഹം അന്തരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നിര്യാണം ഒരു രക്തസാക്ഷി തന്നെയാണ്. അദ്ദേഹം ഈ സമരത്തിന്റെ ഭാഗമായി ഉണ്ടായ രക്തസാക്ഷിയാണ്.
ഈ സമരം തൊഴിലാളികളുടെ 2 ലക്ഷത്തോളം വരുന്ന ജില്ലയിലെ കശുവണ്ടി തൊഴിലാളികളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ്. ലതയാണ് ഭാര്യ. ദിവ്യ രാജു, രമ്യ രാജു, രാഹുൽ രാജു എന്നിവരാണ് മക്കൾ. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വാർത്തകളിലേക്ക്. രോഗികൾക്ക് സാന്ത്വനമായി കൊച്ചിയിൽ വൈക്കം വിജയലക്ഷ്മിയുടെ ഗാനമേള. എറണാകുളം ജനറൽ ആശുപത്രി മുറ്റത്തായിരുന്നു വിജയലക്ഷ്മിയുടെ ഗാനമേള. കൊച്ചി ബിനാലെ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ചു വരുന്ന ആർട്സ് ആൻഡ് മെഡിസിൻ പരിപാടിയുടെ 180-ാം പതിപ്പിലാണ് വിജയലക്ഷ്മി ഗാനമേള അവതരിപ്പിച്ചത്. പുതിയ സിനിമകളിൽ നിറഞ്ഞു നിൽക്കുന്ന വിജയലക്ഷ്മിയുടെ ഗാനമാധുരി നേരിട്ട് ആസ്വദിക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലായിരുന്നു കാഴ്ചക്കാർ. ജനറൽ ആശുപത്രിയിലെ രോഗികളും അവർക്ക് കൂട്ടിരിക്കുന്ന ബന്ധുക്കളും വേദനകളും ദുഃഖവും മറന്ന് വിജയലക്ഷ്മിയുടെ പാട്ടിൽ ലയിച്ചു. വിജയലക്ഷ്മിയുടെ ഹിറ്റ് പാട്ടുകൾ ഒരിക്കൽ കൂടി കേട്ടപ്പോൾ നിറഞ്ഞ കയ്യടി. കൊച്ചി ബിനാലെ ഫൗണ്ടേഷൻ ജനറൽ ആശുപത്രിയിൽ എല്ലാ ആഴ്ചയും സംഘടിപ്പിച്ചു വരുന്ന സംഗീത പരിപാടിയാണ് ആർട്സ് ആൻഡ് മെഡിസിൻ. ഒട്ടേറെ കലാകാരന്മാർ പങ്കെടുത്ത ആർട്സ് ആൻഡ് മെഡിസിന്റെ 150-ാം പതിപ്പിലാണ് വൈക്കം വിജയലക്ഷ്മി ഗാനമേള അവതരിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മത്തിപ്പുളി, മീൻപുളി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഒരു പുളിയാണ് പുളിവെണ്ട. ഇതിൻ്റെ മാംസളമായ പുളിരസമുള്ള പുഷ്പകോശമാണ് ഭക്ഷ്യയോഗ്യമായ ഭാഗം. പുളിവെണ്ട കൃഷിക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. വിത്ത് പാകിയാണ് പുളിവെണ്ട തൈകൾ മുളപ്പിച്ചെടുക്കുന്നത്. ചാണകമാണ് പുളിവെണ്ടയ്ക്ക് ഉത്തമ വളം. നന്നായി നനച്ചു കൊടുത്താൽ നല്ല വിളവ് നൽകാറുണ്ട്. 60 സെന്റിമീറ്റർ അകലത്തിൽ ചാലുകളെടുത്ത് 30 സെന്റിമീറ്റർ അകലങ്ങളിലായാണ് വിത്ത് പാകുന്നത്. വേര് പിടിപ്പിച്ച കമ്പുകൾ നട്ടും പുളിവെണ്ട പിടിപ്പിക്കാറുണ്ട്. ചെടിച്ചട്ടിയിലും പുളിവെണ്ട നട്ടു വളർത്താം. ചെടി പൂത്ത് 20 ദിവസത്തിനുള്ളിൽ തന്നെ വിളവ് പാകമാകും. ചുവപ്പ് നിറമായ പുഷ്പകോശങ്ങൾ പറിച്ചെടുത്താണ് ഉപയോഗിക്കുന്നത്. നവംബർ മുതൽ ജനുവരി വരെയാണ് വിളവെടുക്കുന്നത്. ഒരു ചെടിയിൽ നിന്നും ഏതാണ്ട് 1 കിലോഗ്രാം വരെ പുഷ്പകോശങ്ങൾ ലഭിക്കാറുണ്ട്. വിത്ത് പാകിയാണ് തൈകൾ മുളപ്പിച്ചെടുക്കുന്നത്. നന്നായി നനച്ചു കൊടുത്താൽ നല്ല വിളവ് നൽകാറുണ്ട്. ഒരു ചെടിയിൽ നിന്നും ഏതാണ്ട് 1 കിലോഗ്രാം വരെ പുഷ്പങ്ങൾ ലഭിക്കും. അച്ചാറിടാനും കറികളിൽ പുളിരസത്തിനായും ജെല്ലി ഉണ്ടാക്കാനും പുളിവെണ്ട ഉപയോഗിക്കാം. ന്യൂസ് ഡെസ്ക്. കട്ടിൽ ഫിഷ് എന്നറിയപ്പെടുന്ന മീനുകൾ കടലിനടിയിലെ പ്രധാന ആൾമാറാട്ടക്കാരാണ്. ഇങ്ങനെ രൂപം മാറുന്ന സമയത്ത് ഇവയെ കണ്ടാൽ ഹിപ്പോകളല്ലെന്ന് ആരും പറയില്ല. കാണാൻ സുന്ദരനാണെങ്കിലും അത്യന്തം അപകടകാരികളാണ് കട്ടിൽ ഫിഷുകൾ. ഇവയുടെ ശരീരം മുഴുവൻ വിഷമാണ്. ഇവ തൊട്ടാൽ പൊള്ളലേൽക്കും. സ്പർശനം അധികനേരം നീണ്ടുനിന്നാൽ മരണം വരെ സംഭവിക്കാം. ഓസ്ട്രേലിയ മുതൽ തെക്കനേഷ്യ വരെയുള്ള പസഫിക്കിന്റെ പ്രദേശങ്ങളിലാണ് ഇവയെ സാധാരണ കൂടുതലായി കണ്ടുവരുന്നത്. പരന്ന ശരീരത്തിൽ നിന്ന് 3 ഡയമെൻഷണൽ രൂപമാകാനും 5 നിറങ്ങളിൽ പ്രത്യക്ഷപ്പെടാനും ഇവയ്ക്ക് കഴിയും. ഇങ്ങനെയുള്ള രൂപം മാറുന്ന സമയത്ത് ഇവയെ കണ്ടാൽ ഹിപ്പോകളല്ലെന്ന് ആരും പറയില്ല. മുൻകാലുകൾ ഊന്നിയുള്ള ഇവയുടെ നടപ്പ് കടലിനടിയിലെ കുഞ്ഞൻ ഹിപ്പോകൾ എന്ന പേര് ഇവയ്ക്ക് അനുയോജ്യമാകും. അമേരിക്കയിലെ ഒരു അക്വേറിയത്തിൽ നിന്നുള്ള കുഞ്ഞൻ ഹിപ്പോകളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയായിരിക്കുന്നത്. ഈ അക്വേറിയത്തിൽ നിന്നെടുത്ത ദൃശ്യങ്ങൾ കണ്ടാൽ 2 കുഞ്ഞൻ ഹിപ്പോകൾ നടന്നുവരികയാണെന്ന് മാത്രമേ തോന്നുകയുള്ളൂ. സമുദ്ര ഗവേഷകർക്ക് ഈ ജീവിയെക്കുറിച്ച് മുൻപും അറിയാമായിരുന്നെങ്കിലും ഇതാദ്യമായാണ് സാധാരണക്കാർക്കിടയിൽ ഈ ജീവി പ്രശസ്തനാകുന്നത്. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV. നോട്ട് പ്രതിസന്ധിയും സഹകരണ മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടിലും പ്രതിഷേധിച്ച് LDFന്റെ നേതൃത്വത്തിൽ ഇന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ മനുഷ്യച്ചങ്ങല തീർക്കും. ഇന്ന് വൈകിട്ട് 5-ന് ദേശീയപാതയോരത്താണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി മുതൽ സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകൾ മനുഷ്യച്ചങ്ങലയിൽ പങ്കാളികളാകും. നോട്ട് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടും സഹകരണ മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചുമാണ് ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുന്നത്. വൈകിട്ട് 5-ന് ദേശീയപാതയ്ക്ക് പടിഞ്ഞാറ് വശം ലക്ഷക്കണക്കിന് പ്രവർത്തകർ പരസ്പരം കൈകൾ കോർത്ത് മനുഷ്യച്ചങ്ങലയിൽ പങ്കാളികളാവും. തിരുവനന്തപുരം രാജ്ഭവനിൽ മുന്നിൽ നിന്ന് ആരംഭിക്കുന്ന മനുഷ്യച്ചങ്ങലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യ കണ്ണിയാവും. LDFുമായി സഹകരിക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളും മനുഷ്യച്ചങ്ങലയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മനുഷ്യച്ചങ്ങലയുടെ പ്രചരണത്തിന്റെ ഭാഗമായി നാടെങ്ങും വലിയ പ്രചരണ പ്രവർത്തനങ്ങളാണ് LDF നടത്തിയത്. 4:30 മനുഷ്യച്ചങ്ങലയുടെ ഡ്രസ് റിഹേഴ്സൽ നടക്കും. 5 മണിയോടെ മനുഷ്യച്ചങ്ങല തീർത്ത് പ്രവർത്തകർ പ്രതിജ്ഞ ചൊല്ലും. സമരത്തോടനുബന്ധിച്ച് ആയിരക്കണക്കിന് പൊതുയോഗങ്ങൾ ദേശീയപാതയോരത്ത് ചേരും.
വാഹന ഗതാഗതത്തിന് തടസ്സം വരാത്ത രൂപത്തിലാവും സമരം സംഘടിപ്പിക്കുക. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, മുതിർന്ന നേതാവ് VS അച്യുതാനന്ദൻ, വിവിധ LDF നേതാക്കൾ എന്നിവർ രാജ്ഭവന് മുന്നിൽ കണ്ണികളാവും. വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന മനുഷ്യച്ചങ്ങല ചരിത്ര വിജയമാക്കാനുള്ള പരിശ്രമത്തിലാണ് LDF പ്രവർത്തകർ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. LDF നടത്താൻ പോകുന്ന മനുഷ്യച്ചങ്ങലയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ ചിത്രരചന സംഘടിപ്പിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന ചിത്രരചനാ മത്സരം VN മുരളി ഉദ്ഘാടനം ചെയ്തു. നോട്ട് പ്രതിസന്ധിയെ ആസ്പദമാക്കി നിരവധി ചിത്രകാരന്മാർ ചിത്രം വരച്ച് സമരത്തിൽ പങ്കാളികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതുവർഷത്തലേന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ഡിസംബർ 31 വൈകിട്ട് 7:30 നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യുക. നോട്ട് അസാധുവാക്കൽ സമയപരിധി അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് മോദിയുടെ പ്രസംഗം രാജ്യം ഉറ്റുനോക്കുന്നത്. ഇന്ത്യൻ ചരിത്ര കോൺഗ്രസ് ഉദ്ഘാടനത്തിനായി രാഷ്ട്രപതി പ്രണബ് കുമാർ മുഖർജി തിരുവനന്തപുരത്തെത്തി. കാര്യവട്ടം കേരള സർവകലാശാല ക്യാമ്പസിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ഗവർണർ P. സദാശിവമാകും മുഖ്യാതിഥിയാവുക. ചരിത്ര കോൺഗ്രസ് നടപടിക്രമങ്ങളുടെ ഔദ്യോഗിക പ്രകാശനം മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഷ്ട്രപതിക്ക് നൽകി നിർവഹിക്കും. ജമ്മുകശ്മീരിലെ ബന്ദിപ്പോറ ജില്ലയിൽ സൈനിക വാഹനത്തിന് നേരെ ഭീകരാക്രമണം. 2 സൈനികർക്കാണ് പരിക്കേറ്റത്. ഷാഹുൻ ഹജിൻ ഗ്രാമത്തിലായിരുന്നു വെടിവെപ്പുണ്ടായത്. മേഖലയിൽ ഭീകരർക്കായി സുരക്ഷാ സേന തെരച്ചിൽ നടത്തി. രാജ്യത്തിന്റെ തെക്കൻ അതിർത്തിയിൽ പിടിമുറുക്കുന്ന ഇടത് തീവ്രവാദത്തെ കരുതിയിരിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്. മാവോയിസ്റ്റ് ഭീഷണി നേരിടാൻ കേരളം കേന്ദ്ര സർക്കാരിനോട് ഫണ്ട് ആവശ്യപ്പെട്ടു. സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പിരിക്കാവുന്ന തൊഴിൽക്കരത്തിന്റെ പരിധി ഉയർത്തണമെന്ന് തെക്കൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ യോഗം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. 21ഓളം പ്രധാനമായ അജണ്ടകളാണ് അന്തർ സംസ്ഥാന കൗൺസിലിന്റെ തെക്കൻ മേഖലാ യോഗം ചർച്ച ചെയ്തത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പിരിക്കാവുന്ന തൊഴിൽക്കരത്തിന്റെ പരിധി 2500 രൂപയിൽ നിന്നും ഉയർത്തണമെന്ന് യോഗം കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്തു. ഇതിനായി ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നത് അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് യോഗത്തിന് ഉറപ്പ് നൽകി. ഹൈസ്പീഡ് റെയിൽ കോറിഡോർ മംഗലാപുരം ഉടുപ്പി വരെ നീട്ടാമെന്ന് സംസ്ഥാനങ്ങൾക്കിടയിൽ പൊതുധാരണയായിട്ടുണ്ട്. ദേശീയ വ്യാവസായിക ഇടനാഴി കൊച്ചി വരെ നീട്ടണമെന്ന് കേരളം യോഗത്തിൽ ആവശ്യപ്പെട്ടു. തെക്കൻ സംസ്ഥാനങ്ങളിലെ പകർച്ചവ്യാധി മുന്നറിയിപ്പ് പരസ്പരം കൈമാറാനും യോഗത്തിൽ ധാരണയായി. സമീപകാലത്ത് കേരളത്തിലുണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പോലീസും ഭരണാധികാരികളും ജാഗ്രതയോടെ ഇരിക്കണമെന്ന് മാവോയിസ്റ്റ് ഏറ്റുമുട്ടൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഇടത് തീവ്രവാദത്തെ നേരിടുന്നതിനായി സംസ്ഥാനം ഒരു പുതിയ കേന്ദ്ര ബറ്റാലിയൻ ആവശ്യപ്പെട്ടുവെങ്കിലും അനുവദിക്കപ്പെട്ടിട്ടില്ല. ലെഫ്റ്റ് വിംഗ് എക്സ്ട്രീമിസത്തിന് വേണ്ടി വരുന്ന ലോജിസ്റ്റിക് സപ്പോർട്ടും എല്ലാം കേന്ദ്ര ഗവൺമെൻറ് തരാമെന്ന് ഹോം മിനിസ്റ്റർ നേരിട്ട് പറഞ്ഞു. സപ്പോർട്ട് ചോദിച്ചിട്ടുള്ളത് ചില ബറ്റാലിയന് ചോദിച്ചിട്ടുണ്ട്, അത് എഗ്രി ചെയ്തിട്ടില്ല. പിന്നെ ചില കുറച്ച് ഫണ്ടിങ്ങിന് ചോദിക്കും. ഇപ്പം ഫണ്ടിങ് സൗത്തിലുള്ള ഡിസ്ട്രിക്ട്സിന് ഇല്ല, നോർത്തിലുള്ള ഡിസ്ട്രിക്ട്സിനേ ഉള്ളൂ. അപ്പോൾ ആ ഫണ്ടിങ്ങിനും ഇത് രണ്ടുമാണ് പറഞ്ഞത്. പിന്നെ 3 സ്റ്റേറ്റ്സും കോഓപ്പറേഷൻ, ഇൻ്റലിജൻസും ഉള്ള കോഓപ്പറേഷൻ, കർണാടക, തമിഴ്നാട്, കേരള പ്ലസ് ആന്ധ്ര, തെലങ്കാനയുടെ ഷെയറിംഗ് ഓഫ് ഇന്റലിജൻസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ. അന്തർ സംസ്ഥാന നദീജല പ്രശ്നങ്ങൾ യോഗത്തിന്റെ പരിഗണനയ്ക്ക് വന്നില്ല. തെക്കൻ സംസ്ഥാനങ്ങളിലെ ഭരണാധികാരികളും കേന്ദ്ര സംസ്ഥാന സർക്കാരിലെ പ്രധാന ഉദ്യോഗസ്ഥരും പങ്കെടുത്ത യോഗമാണ് തിരുവനന്തപുരത്ത് നടന്നത്. മുഖ്യമന്ത്രിമാരായ പിണറായി വിജയൻ, V. നാരായണസ്വാമി, തമിഴ്നാട് മന്ത്രി ഡിണ്ടിഗൽ ശ്രീനിവാസൻ, ആന്ധ്ര ധനകാര്യമന്ത്രി യാനമല കൃഷ്ണഡു, തെലങ്കാന മന്ത്രി നായിനി നരസിംഹറെഡ്ഡി, കർണാടക നിയമമന്ത്രി AL ജയചന്ദ്ര, പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ കിരൺ ബേദി എന്നിവരോടൊപ്പം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കരിപ്പൂർ വിമാനത്താവളത്തിൽ വലിയ വിമാനങ്ങളുടെ തിരിച്ചുവരവിന് സർക്കാർ ഇടപെടുന്നു. നിർമ്മാണ ജോലികൾ ഉടൻ പൂർത്തിയാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എയർപോർട്ട് അധികൃതരോട് ആവശ്യപ്പെട്ടു. നവീകരണ ജോലികൾ പൂർത്തിയായാലും വലിയ വിമാനങ്ങൾ സർവീസ് നടത്താൻ നിലവിലെ സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ അനുമതി ലഭിക്കാനിടയില്ല. ഈ സാഹചര്യത്തിലാണ് ഭരണതലത്തിൽ ഇടപെടലുണ്ടാവുന്നത്. നവീകരണ ജോലികൾ ഉടൻ പൂർത്തിയാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ മാസം 31-നകം പൂർത്തീകരിക്കേണ്ട നവീകരണ പ്രവൃത്തികൾ ഇടയ്ക്കുണ്ടായ മഴയിൽ തടസ്സപ്പെട്ടിരുന്നു. റൺവേയിലെ മേൽപ്പാളിയുടെ പ്രവൃത്തികൾ അന്തിമഘട്ടത്തിലെത്തിയിട്ടുണ്ട്. ഇലക്ട്രിക് ജോലികളും റൺവേക്ക് ചുറ്റും മണ്ണിടുന്ന ജോലികളുമാണ് അവശേഷിക്കുന്നത്. ഇത് പൂർത്തിയാക്കി ജനുവരി മധ്യത്തോടെ റൺവേ എയർപോർട്ട് അധികൃതർക്ക് കൈമാറും. അളവും കൃത്യതയും എയർപോർട്ട് അതോറിറ്റി ഉറപ്പുവരുത്തിയാൽ വിമാനങ്ങൾ തിരിച്ചെത്തിക്കുന്നതിനുള്ള നടപടികളും തുടങ്ങും. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.
നോട്ട് നിരോധനത്തോട് വിയോജിച്ച് MT വാസുദേവൻ നായരെ അധിക്ഷേപിക്കുന്നതിലൂടെ BJP RSS ശക്തികൾ ഫാസിസ്റ്റ് മുഖം തുറന്നുകാട്ടുകയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. നോട്ട് അസാധുവാക്കലിൽ തെളിയുന്നത് മോഡിയുടെ അരാജകത്വ ഭരണ നയമാണ്. സാമാന്യ ബുദ്ധിയുള്ള ദേശക്കൂറുള്ള ആരും ഇതിനോട് വിയോജിക്കും. ജ്ഞാനപീഠ ജേതാവായ MT അത് ചെയ്തത് മഹാ അപരാധമായി എന്ന വിധത്തിൽ സംഘപരിവാർ നടത്തുന്ന പ്രതികരണവും MTയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതും പ്രാകൃത നടപടിയാണെന്നും കോടിയേരി പ്രസ്താവനയിൽ വ്യക്തമാക്കി.